രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കിയിട്ടേക്കാന്ന് ഓർത്ത് പോകുന്ന ഇതാട്ടോ. ബെഡ്ഷീറ്റൊക്കെ നിവർത്തിയിട്ട് നിങ്ങൾ എന്നും ഇങ്ങനെയായിരിക്കണം കേട്ടോ. അതെല്ലാം ഒന്ന് അടുക്കിയിട്ടു. അതായത് ബെഡ്ഷീറ്റൊക്കെ നിവർത്തിയിട്ട് വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ. തലേണയൊക്കെ ഒന്ന് നേരെ വെച്ചിട്ട് നമ്മൾ ആ കടന്ന പടി എഴുന്നേറ്റ് പോകുന്നതല്ലേ. ഞാനപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇതൊക്കെ ഒന്ന് നിവർത്തിയിട്ടേക്കാം എന്നോർത്തു. അതെല്ലാം ഒന്ന് നിവർത്തി വിരിച്ചൊക്കെ ഇട്ടു. ഞാൻ ചില ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ ബെഡ്ഷീറ്റ് അല്ല പുതപ്പൊക്കെ ഇങ്ങനെ വിരിച്ചിരുന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇപ്പം എല്ലാം സ്ഥിരം ഇങ്ങനെയാണ് ഇടുന്നത്. മോൻ്റെ മുറിയിൽ അവൻ തന്നെ നിവർത്തിയിടിക്കും ഞാൻ. അത്രേ. അത് കഴിയുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ ഒന്ന് കണ്ണൊക്കെ എഴുതിയേക്കാം എന്ന് വെച്ച് കണ്ണും എഴുതും, ഒരു പൊട്ടും കുത്തും, അത്രമാത്രം. അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തേക്കാം എന്നോർത്ത് ഇന്നത്തേക്കുള്ള വീഡിയോ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് രാവിലെ എണീറ്റ് വീഡിയോ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പോകാം. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ രാവിലത്തെ പരിപാടികൾ. സമയമൊക്കെ ഒന്ന് നോക്കി ഭക്ഷണം പാകം ചെയ്യാനുള്ള സമയമൊക്കെ ആയോ എന്നോർത്ത് ദോശയും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടാട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വരുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ തുടക്കം. അപ്പം ഒരു ദിവസത്തെ വീഡിയോ എടുക്കുന്നതിൻ്റെ തുടക്കം ഇത്രയൊക്കെ ഉള്ളൂ. തലമുടി എല്ലാവർക്കും സുഖമാണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. ഞാൻ ഇന്ന് പറയാൻ പോണേന്നറിയാമോ? പണ്ട് ഈ ഓടക്കുഴൽ വിൽക്കണവരെ കണ്ടിട്ടുണ്ടോ? ഈ റോഡിൽ കൂടെ സൈഡിൽ കൂടെ ഈ പിന്നെ ഉത്തർപ്രദേശുകാരോ അല്ലെങ്കിൽ ഈ ബംഗാളികളെ പോലെ ഇരിക്കണവരൊക്കെ ഓടക്കുഴലുമായിട്ട് വരില്ലേ? അപ്പം ഞാനൊരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ ഓടക്കുഴൽ ഊതിക്കൊണ്ടൊരു ഭയങ്കരമായിട്ട് നല്ല രസമാണ് ഊതണ കേൾക്കാൻ. കേട്ടിട്ടില്ലേ? അവർ ഊതുമ്പോൾ ഭയങ്കര സൗണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ പോയപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, എൻ്റെ കൊച്ചിന് ഒരെണ്ണം മേടിച്ചുകൊണ്ട് കൊടുത്തേക്കാം, അവന് ഊതിക്കൊണ്ട് നടന്നോളൂല്ലോ എന്നിങ്ങനെ ഓർത്തു. അപ്പം ആ പയ്യന് ഊതണ കേൾക്കുമ്പോൾ ഇങ്ങനെ ഓടക്കുഴലയിൽ ഇങ്ങനെ സൗണ്ട് ഈ വിരലും കൊണ്ടൊക്കെ കാണിച്ച് ഇങ്ങനെ ഊതിക്കൊണ്ട് നിൽക്കുക. ഒരു കോലയിൽ ഒരു 500 ഓടക്കുഴലുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഒരാൾ പോയിട്ട് ഒരു ഓടക്കുഴൽ ചോദിച്ചു, ആ പയ്യൻ കൊടുത്തു. അപ്പോൾ അയാൾ ഊതി നോക്കിയപ്പോൾ അത് സൗണ്ട് വരുന്നില്ലേ. അത് കഴിഞ്ഞപ്പം അയാൾ പറഞ്ഞ കൊച്ചു ഊതണ ഒരു പയ്യനാ, അത് ഊതണ ഓടക്കുഴൽ ഒന്ന് തരാമോന്ന് ചോദിച്ചിട്ട് അയാൾ നന്നായിട്ട് അത് തൂത്തിട്ട് അയാൾ ഒന്ന് ഊതി നോക്കിയപ്പോൾ അതിന് ഒച്ച കേൾക്കുന്നില്ല. അപ്പം അയാൾ എന്നിട്ട് അടുത്ത് നിൽക്കുന്നവർ പറയാണ്, ഇത് തട്ടിപ്പാ, ഇത് ഈ ഓടക്കുഴലിന് ഇവർ ഊതുന്നതിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വകുപ്പൊക്കെ പറഞ്ഞു. എന്നിട്ട് അയാൾ ഒരെണ്ണം മേടിച്ചോണ്ട് പോവുകയും ചെയ്തു. ഞാനും ഒരെണ്ണം മേടിച്ചേ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ പഠിച്ച 18 പനി നോക്കിയിട്ടും അതിനകത്തുനിന്ന് അങ്ങനെ ഒരു ഒച്ച കേൾക്കാൻ, ചുമ്മാ ഇങ്ങനെ ഹൂന്ന് ഊതാന്ന് മാത്രമല്ലാണ്ട് ഒച്ച കേൾക്കില്ല. നമ്മളങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അബദ്ധങ്ങൾ പറ്റാറില്ലേ? നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും കാണിക്കണുണ്ടോ നമ്മൾ പല കാര്യങ്ങളും ചെയ്യില്ലേ? അതേപോലെ പണ്ട് ഉടുക്ക് മേടിച്ചിട്ട് ഉടുക്കല്ല ഈ ചെണ്ടയിലെ അമ്പലത്തിലെ ഉത്സവം വന്നപ്പം തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം വരാൻ പോവാട്ടോ. ഏപ്രിലിൽ തുടങ്ങും ഉത്സവം. നവ്യ നായർ ഒക്കെ വരുന്നുണ്ട്. നവ്യ നായർ പിന്നെ ഒരാളും കൂടെ ഉണ്ടല്ലോ പ്രശസ്തരായ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. നല്ല ഉത്സവമാട്ടോ, വലിയ ഉത്സവമാണ്. 10 ദിവസമുണ്ട്. 10 ദിവസം നല്ല രസമാണ്. ആന എഴുന്നള്ളി ഇപ്പം ഒക്കെയുണ്ട്. നല്ല ആനക്കൂട് ജംഗ്ഷനിലെ 9ാം ഉത്സവത്തിനും പിന്നെ കാരിക്കോടമ്പലമുണ്ട് അങ്ങോട്ട് 7ാം ഉത്സവത്തിനാണ് ആനക്കൂട് തോന്നുന്നു. 9ാം ഉത്സവത്തിനാന്ന് തോന്നുന്നു കാരിക്കോടിന് പോകുന്നത്. അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ട് അതിന്. നല്ല രസമാണ്. വലിയ ആനകളുടെ അകമ്പടിയോടെ കൂടിയുള്ള പോക്കൊക്കെ. അപ്പം അങ്ങനെ ഉത്സവത്തിന് പോയപ്പോൾ ഈ ചെണ്ടയില്ലേ, ചെണ്ട ഈ 2 വശത്തുനിന്നും കൊട്ടാൻ പാകത്തിനുള്ള ചെണ്ട, അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരാൾ നിന്ന് ഇങ്ങനെ കൊട്ടിക്കൊണ്ട് നിൽക്കണുണ്ടപ്പോൾ എൻ്റെ ഭർത്താവിനൊരു ആഗ്രഹം, അത് മേടിച്ചപ്പോൾ കൊട്ടി തകർക്കാം, നല്ല രീതിയിൽ രസമായിട്ട് നല്ല ഇതൊക്കെ ചെയ്യാം എന്നോർത്തുകൊണ്ട് ഞങ്ങളത് മേടിച്ചു. വീട്ടിൽ വന്ന് കൊട്ടിയിട്ടുണ്ട്. ചുമ്മാ ടും 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 എന്ന് കൊട്ടാന്നല്ലാണ്ട് അതിനകത്തുനിന്നൊരു ശബ്ദവും കേൾക്കില്ല. അതേപോലെ തന്നെ പിന്നെ കാർഷിക മേള വന്നപ്പോൾ അവിടെ ഈ ചപ്പാത്തി പ്രസ് ചെയ്യണ സാധനമില്ലേ, എനിക്ക് തോന്നുന്നു 1700 രൂപയായിരുന്നു തോന്നുന്നു അതിൻ്റെ വില ഞാൻ മറന്നുപോയേ. പക്ഷേ ഈ ഇങ്ങനെ സ്റ്റീലിൻ്റെ അടിയും മോള് സ്റ്റീൽ എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് പൊക്കുമ്പോഴത്തേനും അവരെടുക്കുമ്പോഴത്തേനും നല്ല റൗണ്ടിൽ നല്ല ചപ്പാത്തി. അപ്പോൾ ആ പയ്യന്മാരിങ്ങനെ ഉരുട്ടി വെക്കുന്നു, പ്രസ് ചെയ്യുന്നു, നമ്മളെ കാണിച്ചു തരുന്നു. വീണ്ടും അത് തന്നെ ഉരുട്ടിയിട്ട് വീണ്ടും വെക്കുന്നു, പ്രസ് ചെയ്യുന്നു, നമ്മളെ കാണിച്ചു തരും. അപ്പോൾ കുറേ നേരം കറണ്ട് കുത്തിയിട്ട് അത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു കുഞ്ഞ് സ്വിച്ച് തെളിഞ്ഞ് നിൽപ്പുണ്ട്. ഒരു സ്വിച്ചല്ല, ഒരു ബൾബ്, കുഞ്ഞൊരു ബൾബ് തെളിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം അതൊന്ന് മേടിച്ചാലോ എന്ന്. അപ്പോൾ കാർഷികമേള അറിയാമല്ലോ, എല്ലാ വർഷവും തൊടുപുഴ ന്യൂമാൻ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ കാർഷികമേള വരും.
അതും ഇങ്ങനെ 10 ദിവസമാണ്. വലിയ ആഘോഷമായിരുന്നു. കഴിഞ്ഞ വർഷമൊന്നും ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. PJ ജോസഫായിരുന്നു അത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് വെച്ചാൽ അവിടുന്ന് ഒത്തിരി സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും. അത് കഴിഞ്ഞില്ല, കാർഷികമേള കഴിഞ്ഞു പോയി കഴിയുമ്പോൾ അവിടെ മിച്ചം വരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വില കുറച്ച് കിട്ടുകയും ചെയ്യും. ഈ പൂക്കളൊക്കെ ഇല്ലേ, ഫ്ലവറുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വില കുറച്ചും കിട്ടും കേട്ടോ. അപ്പം അത് ചട്ടികളൊക്കെ ഉണ്ട്, നല്ല നല്ല സംഭവമാണ് എല്ലാം കാർഷികമേള. അതുപോലെ ഉത്സവത്തിനും അങ്ങനെ തന്നെ കേട്ടോ. ഈ ഉത്സവം കഴിഞ്ഞ് കഴിയുമ്പോൾ 10 ദിവസം ഉത്സവം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വില കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും, കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഈ മൺചട്ടികളൊക്കെ പല സൈസ് മൺചട്ടികളൊക്കെ വരുവേ. അതാ ഇവിടുത്തെ ഉത്സവത്തിന്. ഞാൻ ഈ പ്രാവശ്യം അതിൻ്റെ വീഡിയോ എടുക്കാം, കാണിച്ചു തരാം ഞാൻ. അപ്പം അങ്ങനെ അവിടെ പോയിട്ട് ഈ ചപ്പാത്തി പ്രസ് മേടിക്കണം എന്നും പറഞ്ഞ് നിന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ആവശ്യമില്ല അമ്പിളി, അത് മേടിച്ചിട്ട് കാര്യമില്ല, ഒന്നാലും കാരണം മേടിച്ചോ, എളുപ്പമുണ്ടല്ലോ ചപ്പാത്തി ഉണ്ടാക്കാൻ. നമ്മളുണ്ടാക്കുമ്പോൾ, ഞാനുണ്ടാക്കുമ്പോൾ ഇന്ത്യയുടെ ഭൂപടം പോലെയല്ലേ, ശ്രീലങ്ക പോലെയല്ലേ എന്നൊക്കെ പറഞ്ഞ് നിന്ന് എങ്ങനെയാണേലും നമുക്ക് പരത്തുമ്പോൾ ഒരു ഷേപ്പൊന്നും പറ്റില്ല. കുറേ നാൾ പരത്തി കഴിഞ്ഞാലല്ലേ നമുക്കൊരു റൗണ്ടൊക്കെ ആയി വരും. ചിലർക്കതൊരു നാക്ക അല്ലേ, ഇങ്ങനെ റൗണ്ടിൽ വരുന്നത്. എനിക്കങ്ങനെ ചില സ്ഥലം ഇങ്ങനെ കോടിയൊക്കെ വരും അങ്ങനെ. അപ്പോൾ അത് മേടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മേടിച്ചു. വീട്ടിൽ വന്നു കഴിഞ്ഞ് അതിന് ഗ്യാരണ്ടി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയപ്പോൾ അതെന്ത് ഈ എന്നാ പറയുക, മരക്കഷ്ണം പോലെ ഇരിക്കുക, കരിഞ്ഞ് ഇങ്ങനെ ഉണങ്ങിയിരിക്കുക. എന്ത് ചെയ്താൽ ചപ്പാത്തി ആവില്ല. അത് ഈ കാർഷികമേള തീരുന്ന സമയമാവുകയും ചെയ്തു. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും അത് കഴിഞ്ഞ് അവരത് പൂട്ടിക്കെട്ടി പോവുകയും ചെയ്തു. പിന്നെ ഈ സാധനം കൊണ്ട് ഞാൻ കുറേ കടയിലൊക്കെ ചെന്ന്, തൊടുപുഴത്തെ കുറേ കടകളിലൊക്കെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനത്തെ അല്ല, ഇങ്ങനത്തെയാന്നൊക്കെ പറഞ്ഞു. അതെന്നാമെന്ന് അറിയത്തില്ല, ആ കമ്പനിക്കാരെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞു. എന്നാ പറയണേ, ഒരു വെള്ളവും വെള്ളിയാഴ്ച ഇല്ലാണ്ട് മേടിച്ചിട്ട് ആ പൈസയും കൂടെ പോയ ഒരവസ്ഥയുണ്ട്. പിന്നെ അതെങ്ങനെയോ എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരു സാധനം. നമ്മളപ്പോൾ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ മേടിക്കില്ലേ, നമുക്ക് പലപ്പോഴും അബദ്ധം പറ്റും. ആരെങ്കിലും ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇതൊക്കെ ഈസിയാണ്, ഇപ്പം തകർക്കാം നമുക്ക് എന്ന് ഒക്കെ വിചാരിക്കുന്നില്ലേ. വെറുതെ കേട്ടോ, ചുമ്മാ അത് നമ്മൾ ചുമ്മാ തകർക്കാമെന്ന് വിചാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്കതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലാത്ത അങ്ങനെയുള്ളതൊക്കെ മേടിച്ച് നമ്മൾ പൈസ കളയാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മിടുക്കര്. അങ്ങനെ എനിക്ക് ഒത്തിരി സംഭവങ്ങൾ, ഒത്തിരി സാധനം അങ്ങനെ നമ്മൾ മേടിച്ച് കൂട്ടുന്നുണ്ടല്ലേ. ഒരു പ്രാവശ്യം എന്നാ പറയണേ, ഈ തലയിൽ ജെല്ല്, അലവേരയുടെ ജെല്ല് ഇങ്ങനെ തൂത്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഈ ചേട്ടൻ്റെ പെങ്ങളുടെ മോൻ്റെ കല്യാണം ആയപ്പോൾ ഞാൻ ഒരെണ്ണം സംഘടിപ്പിച്ചു. എന്നാൽ മേടിച്ച് തേച്ചേക്കാം, തലയിലൊക്കെ നല്ല സ്റ്റൈലായിട്ടിരിക്കും, പോകുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചീവി വയ്ക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞു. ഞാനത് മേടിച്ച് തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതങ്ങ് ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഈ എന്നാ പറയുക, തൊപ്പി വെച്ച പോലെ ഇരിക്കുക. പിന്നെ ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ഇട്ട് കാണിച്ചപ്പോഴത്തേനും അതെല്ലാം കൂടെ പൊങ്ങി ഇങ്ങനെ ഇരിക്കും, വേറൊരു ഷേപ്പ്. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ അപ്പം ഇവിടുന്ന് കുറച്ച് ദൂരം പോകണമായിരുന്നു കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക്, ഓഡിറ്റോറിയത്തിലേക്ക്. ആ പോകുന്ന വഴിയൊക്കെ തലമുടിയൊക്കെ ഇട്ട് എങ്ങനെയൊക്കെ കാണിച്ച് എൻ്റെ അടുത്തിരുന്നവരും കൂടെ കൂടി, സ്വന്തക്കാരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, അവരെല്ലാം കൂടി എങ്ങനെയാണേലും ആ തലമുടി നേരെയാക്കി എടുത്തു. അതോടുകൂടി ആ സാധനത്തിന് ഉപയോഗം. അപ്പോഴത്തേക്കും ഇതിങ്ങനെ പാറ്റി ഓട്ടും. ഒന്നാമത് തലമുടി കുറവല്ലേ നമുക്ക്. അപ്പോൾ തലമുടിയൊക്കെ ഒത്തിരി ഉള്ളവർക്കാണെങ്കിൽ പിന്നെ അതിരിക്കും. ഇതങ്ങ് നമ്മളെ തലയിൽ, ഈ തലയോട്ടിയിൽ തലമുടി ഇല്ലാത്തവർ അത് തേച്ച് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അത് തേച്ചപ്പോഴത്തേനും അങ്ങ് ഉള്ളതും കൂടെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇച്ചിരി ഇങ്ങനെയൊക്കെ പൊങ്ങിയൊക്കെ നിൽക്കുകയാണെങ്കിലല്ലേ നമുക്ക് തലമുടി ഉണ്ടെന്നൊരു തോന്നലെങ്കിലും വരുള്ളൂ അല്ലേ. അത് കൂട്ട് അവസ്ഥകളും ഒക്കെ പലപ്പോഴും അതിനും കാശ് കുറെ കളഞ്ഞ സമയങ്ങളും ഉണ്ട്. പിന്നെയാണ് ഏതെങ്കിലും ഒരു കല്യാണം എന്തെങ്കിലും വരുമ്പം നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് കുറേ കാശൊക്കെ അങ്ങനെ കളയൂല്ലേ. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ മുടക്കണ കല്യാണ സാരിയാണ്. എൻ്റെ കല്യാണ സാരിക്കൊന്നും വലിയ മുതൽ മുടക്കുള്ള സാരിയൊന്നുമല്ല കേട്ടോ. അന്നെങ്ങാണ്ട് അന്നത്തെ കാലത്ത് 4000 രൂപയാണ്, 3500 രൂപ ഏതാണ്ട് സാരി എൻ്റെ കല്യാണ സാരി. ഇപ്പം ഞാൻ ഓർക്കും കേട്ടോ, ആ സാരി ഞാൻ ഒറ്റ ദിവസം എടുത്തുള്ളൂ. പിന്നെ എൻ്റെ മോനെ ഗർഭിണിയായിരുന്നപ്പോൾ 7-ാം മാസം നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയില്ലേ, അപ്പം അന്നൊരു ദിവസം കൊടുത്തു. അന്ന് അത് ബ്ലൗസൊന്നും കിടക്കില്ല, അപ്പം അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഇട്ടിട്ടുണ്ട് പോയി. പിന്നീട് ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല, അതിവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ പോയല്ല എടുത്തത്, അവരെടുത്ത് തരുവേ, ഞാൻ കൂടെയൊന്നും പോയില്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം. അതങ്ങനെ കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ചില വീടുകളിലൊക്കെ ഇപ്പം പിള്ളേർ കല്യാണ സാരിയൊക്കെ വെച്ചേക്കണ കാണുമ്പോഴേ 50,000-ൻ്റെ 1,00,000-ൻ്റെ ഒക്കെ മേടിച്ചിട്ട് ഇങ്ങനെ അടുക്കി കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്.
ആ പൈസയുടെ ആ ചെറിയ സാരി മേടിച്ചാലും നമുക്ക് പിന്നെയാണെങ്കിലും ഉടുക്കാവുന്ന സാരി മേടിച്ചാണ്ടല്ലോ, അതായിരിക്കും ബുദ്ധി ഇല്ലേ. എനിക്കറിയാവുന്നവർ ഉണ്ട്, പിന്നീട് ഉടുക്കാൻ പാകുന്നുള്ള സാരികൾ മതിയെന്നും പറഞ്ഞ് മേടിക്കുന്ന പെൺപിള്ളേരുണ്ട്. അവരൊക്കെ ബുദ്ധിമതികൾ, അല്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് പോവുകയല്ലേ ഉള്ളൂ. അങ്ങനത്തെ ചില സാധനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് ഇല്ലേ. നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ, പല ഡ്രസ്സുകളൊക്കെ മേടിച്ചിട്ട് പിന്നെ ഇടാൻ പറ്റില്ല ഇല്ലേ, പിന്നെ ഇടലേ ഇല്ലാത്ത സാധനങ്ങൾ. അപ്പം നമ്മളെപ്പോഴും മേടിക്കുമ്പോൾ പിന്നെയാണെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മേടിക്കുക. ഇങ്ങനെ എന്തോരും. പിന്നെ നമ്മുടെ വീടുകളിൽ ഇരിപ്പില്ലേ, നമ്മുടെ പിന്നെ സ്വന്തക്കാർ വരുമ്പോൾ, അല്ലെങ്കിൽ ബന്ധുക്കൾ വരുമ്പോൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും വിശിഷ്ട വ്യക്തികൾ വരുമ്പോൾ കിടക്കാനാന്ന് പറഞ്ഞ് കുറേ ബെഡ്ഷീറ്റൊക്കെ അടുക്കി വെച്ചിട്ടില്ലേ, കുറേ പാത്രങ്ങൾ എടുത്ത് വെച്ചിട്ടില്ലേ നമ്മുടെ അമ്മമാരൊക്കെ. അതൊക്കെ എടുത്ത് ഉപയോഗിച്ച് അതാ വേണ്ട. പിന്നെ പുതിയത് അതൊക്കെ തീർന്നു കഴിയുമ്പോൾ പുതിയത് നമുക്ക് വരും. ഈ നമ്മളിങ്ങനെ സൂക്ഷിച്ച് ഈ ജാമ്പുവാൻ്റെ കാലം തൊട്ട് വെച്ചേക്കണ പാത്രത്തിൻ്റെ ഒക്കെ ഔട്ട് ഓഫ് ഫാഷനായി പോവുകയും ചെയ്യും. വസ്ത്രങ്ങളാണേലും പാത്രങ്ങളാണേലും ഞാൻ ഓർക്കേണ്ടത്, എനിക്കും ഭ്രാന്തുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കുറേ പ്ലേറ്റുകളും പാത്രങ്ങളും ഒക്കെ ഇങ്ങനെ മേടിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് എന്നും എൻ്റെ മൂത്ത മാമ വഴക്കുണ്ടാകും. അമ്മ എന്തിനാണ് സൂക്ഷിച്ച് വെച്ചേക്കണം, അമ്മ എടുത്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പിന്നെ എന്തിന് കൊള്ളാമെന്ന് ചോദിക്കും. എന്നിട്ട് ഞാൻ പറയും ഇങ്ങനെ ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാൻ പ്ലേറ്റാണ്. ഇപ്പം ഞാൻ അങ്ങനെയല്ല കേട്ടോ. എന്നാലും ഇടയ്ക്ക് സ്റ്റീൽ പ്ലേറ്റ് എടുക്കാറുണ്ട്. മോശമാണെന്നല്ല പറയണേ. നമ്മളെന്തിനാണ് അങ്ങനെ, നമ്മളെപ്പോലെയുള്ളവരെ തന്നെയല്ലേ നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർ. അല്ലാണ്ട് അത്രയ്ക്ക് വലിയ സെലിബ്രിറ്റികളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ? ഇല്ലല്ലോ. വന്നാൽ തന്നെ അവർ നമ്മളെ ഉള്ളതിൽ നല്ലത് കൊടുക്കുക, അത്രമാത്രം. അല്ലാണ്ട് നമ്മളെന്തിനാ അങ്ങനെ, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടൊന്നും ആരും നമ്മുടെ വീട്ടിലേക്ക് വരുമെന്നൊന്നും. എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് എന്നെ അനുഭവിച്ചു. ആ പാത്രവും ഉപയോഗിച്ചില്ല. ഞാൻ ഓർക്കുന്നുണ്ട് കുറേ ഈ പെർഫ്യൂമൊക്കെ ഇല്ലേ, അതാ ഏറ്റവും വലിയ രസം. ഈ ചന്ദനത്തിൻ്റെയൊക്കെ പണ്ട് കിട്ടുന്ന ഒരു കുഞ്ഞി ഭരണി, ഇത്രയുള്ള ഒരു കുഞ്ഞി ഭരണിക്കകത്ത് ചന്ദനത്തൈലാണെന്ന് പറഞ്ഞു, ചന്ദനത്തൈലാണോന്നും പോലും അറിയത്തില്ല, ചന്ദനത്തൈലാണെന്നും പറഞ്ഞ് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് കുറേ വർഷം കഴിഞ്ഞ് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അത് എവിടെയെങ്കിലും പോകുമ്പം മേത്ത് തേക്കാനൊക്കെയാണെന്ന് പറഞ്ഞാൽ മേടിച്ചു വെക്കുന്നത്. കുറേ വർഷം കഴിഞ്ഞ് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിന് മണം പോലുമില്ല, ചന്ദനത്തിൻ്റേത് തൊട്ട് ഒരു മണം പോലുമില്ല. ഒരു കുപ്പിക്കകത്തൊരു കുഞ്ഞു സാധനം, അന്നത്തെ കാലത്ത് കിട്ടുന്ന സ്പ്രേ, അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. അത് വല്ലയിടത്തും പോകുമ്പോൾ മേത്തൊക്കെ തേച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. എവിടെയും പോയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എവിടെ പോകാനാ? ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടൊന്നും ഒരു സ്ഥലത്തും പോയിട്ടില്ല എൻ്റെ അമ്മയൊന്നും, എനിക്ക് തോന്നുന്നത്. ചുമ്മാ അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചു, ഒരു ഉപയോഗമില്ലാതെ. വല്ലപ്പോഴും എങ്ങാനും വല്ല വീടുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അമ്പലത്തിലോ പോകും, അത്രമാത്രം. അല്ലാണ്ട് എവിടെ പോകാനാ? അതൊക്കെ ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച്, നമുക്ക് വരുന്ന കുഴപ്പങ്ങൾ ഇതൊക്കെയല്ലേ. നമ്മളിങ്ങനെ പഴയ സാധനങ്ങൾ, പല സാധനങ്ങളും ഇങ്ങനെ സൂക്ഷിച്ച് പിന്നെ ഉപയോഗിക്കാം. നമ്മൾ പിന്നെ എപ്പോൾ ഉപയോഗിച്ചുള്ളത് അത്രമാത്രം. അപ്പം ഞാനിങ്ങനെ ഓർത്തപ്പോഴേ, നമ്മൾ മേടിക്കുന്ന ഓരോ സാധനങ്ങളും നമുക്ക് ഉപയോഗമുള്ളതാണോ എന്ന് പോലും നമുക്കറിയത്തില്ലാത്ത സാധനങ്ങൾ മേടിക്കൂലേ. അതേപോലെ ഓവൻ മിക്ക വീടുകളിലും മേടിച്ച് വെക്കണം. എനിക്കും ഇരിപ്പുണ്ടോരണം. എനിക്കറിയത്തില്ല അതിൻ്റെ ഫങ്ഷൻ, സത്യം പറയാം. ആകെ മൊത്തം അതിനകത്ത് എന്തെങ്കിലും ചൂടാക്കും, അത്രമാത്രം. വല്ലപ്പോഴും, അതും എപ്പോഴും ഒന്നുമില്ല കേട്ടോ, വല്ലപ്പോഴും എന്തെങ്കിലും ചൂടാക്കാൻ ഉപയോഗിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഉപയോഗിക്കാം ജ്യൂസറുകൾ, മിക്സിക്കകത്തിട്ട് അടിക്കാം. ഇല്ല, മിക്സിക്കകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ജ്യൂസ് അടിക്കാം, അരയ്ക്കാം, പൊടിക്കാം, എല്ലാം ചെയ്യാം. പിന്നെ നമ്മൾ അതിനുവേണ്ടി ഗ്രൈൻഡർ മേടിക്കേണ്ട ഒരു കാര്യമില്ല. ചിലർ പറയും അത് ചൂടാകില്ല, ചൂടാകാണ്ട് നല്ല മാവ് ഇങ്ങനെ കിട്ടുക. അത് എത്ര മണിക്കൂർ, എനിക്കൊരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ, ബട്ടർഫ്ലൈയുടെ. മണിക്കൂറുകൾ ഇങ്ങനെ ഇട്ട് അരച്ചുകൊണ്ടിരിക്കും, ഒരു 2-3 മണിക്കൂർ. അത് ചെന്നുമ്പോൾ പിന്നെയും അരയാതെ കിടക്കും. അവസാനം അത് ഞങ്ങളൊരു ഹോട്ടലിൽ നടത്തിയായിരുന്നു. അപ്പോൾ ആ ഹോട്ടലിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചും കൊണ്ടുവന്നിട്ടില്ല. അവിടെ പിന്നെ ഇങ്ങനെ മണിക്കൂറുകൾ അരഞ്ഞുകൊണ്ടിരുന്നാലും കുഴപ്പമില്ലല്ലോ. ചമ്മന്തിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ വഴി അങ്ങ് പോയി. അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത ഒത്തിരി സാധനങ്ങൾ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കൂല്ലേ. അതേപോലെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിൽ കാണും, എടുത്ത് ദൂരക്കളയില്ലാത്ത. അതേപോലെ ഡപ്പകൾ, ഈ കുഞ്ഞു ഡപ്പകൾ എന്തോരം കിട്ടുമ്പം നമ്മൾ ഈ ഐസ്ക്രീം തിന്നുന്ന പാത്രങ്ങളും ഒക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും. അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാമെന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് വെക്കണം. അതൊട്ട് സ്ഥലവും മെനക്കെടുത്ത് നമ്മളിങ്ങനെ വെച്ചേക്കുള്ളൂ. അതൊക്കെ എടുത്ത് പുറത്തെവിടെയെങ്കിലും ഒരു ചാക്കി കെട്ടി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വീടിനകത്ത് അത്രയും സ്ഥലവും കൂടെ ഉണ്ടാകും, ഉറപ്പാന്നേ. ഇതിങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴേ, ഞാൻ ആ ഓടക്കുഴൽ കണ്ടപ്പം, എൻ്റെ കയ്യിൽ ഒരു ഓടക്കുഴലുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഓർത്തത്, അത് ഞാൻ എൻ്റെ കൃഷ്ണന് വെച്ചേക്കുക. ആ ഓടക്കുഴൽ ഊതാൻ അറിയാൻ മേലാത്തതുകൊണ്ട് എടുത്ത് വെച്ചാൽ കേട്ടോ.
കുറേ നാളിങ്ങനെ കൊണ്ടുനടന്നു. അങ്ങനെ ഓരോന്ന് നമ്മൾ മറ്റുള്ളവർ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആകർഷണം തോന്നി. അതേപോലെ ചിലരിടുന്ന ഡ്രസ്സ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം, നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ നമുക്ക് ചേരില്ലായിരിക്കും. അവർക്ക് നല്ല രസമാണെന്ന് ഓർത്തുകൊണ്ട് നമ്മളത് അതെവിടുന്ന എന്നാന്നൊക്കെ നമ്മൾ ചോദിച്ചു മേടിച്ചു. പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചില്ലേ, അതെവിടുന്നാണ് മേടിച്ചത്, ഏത് കടയിൽ നിന്നാന്നൊക്കെ ചോദിച്ചാൽ അതുപോലത്തെ തന്നെ മേടിക്കുക. ഒരു മാല കണ്ടേ, അത് നമ്മൾ ചോദിക്കും ഇതെവിടുന്നാണ് മേടിച്ചത് എന്നാന്ന്. ഇതൊക്കെയുള്ളൂ. അപ്പോൾ ചുമ്മാ ഇരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ അത് തന്നെയല്ല കേട്ടോ. ഇപ്പം ഈ സ്വർണ്ണത്തിനൊക്കെ ഇന്യായ വിലയുള്ളപ്പോൾ ഗോൾഡിൻ്റെ ഒക്കെ ആഭരണങ്ങൾ സ്വർണ്ണത്തെ വെല്ലുന്നത്, അത് വർഷങ്ങളോളം നിൽക്കുന്ന ആഭരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതെന്ത് മേടിക്കാനാണ് പോയത് എന്നാലോചിച്ച് നോക്കട്ടെ. കൺമഷി ആട്ടോ ഞാൻ മേടിക്കുന്നത്. അപ്പം സിംഗാറിൻ്റെ കൺമഷി മേടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ആഭരണങ്ങളിരിക്കുവാണേ. ഞാൻ അന്തം വിട്ടുപോയി. നാഗപടത്തിൻ്റെ മാല, അങ്ങനെ കാശുമാല, അങ്ങനെയൊക്കെയുള്ള കല്യാണത്തിനൊക്കെ സെറ്റായിട്ടുള്ള വളകൾ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ളതുണ്ട്. അത് അവർ പറയണ ഗ്യാരണ്ടി എന്ന് പറയണ 3-4 വർഷം നിൽക്കുമെന്ന് പറഞ്ഞാൽ. പിന്നെ എന്തിനാണ് നമ്മൾ ഈ അന്യായ സ്വർണ്ണത്തിൻ്റെ വില കൊടുത്ത്? സ്വർണം ഒരു അസറ്റാണ്, അത് സമ്മതിച്ചു. പക്ഷേ നമ്മളില്ലാത്തവർക്കേ നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പം നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലാന്നേ. കൂട്ടുകാരനും മേടിച്ചിടുക, പോവുക. എന്ത് നല്ല സാധനങ്ങളുണ്ടെന്നറിയാമോ? നല്ല രസമുള്ള ഏതെങ്കിലും വളകളും ചേർമയുള്ള കമ്മൽ, മാല, വള, മോതിരം ഒക്കെ ചേർമയുള്ളത് ഉണ്ട്. അതേപോലെ പണ്ട് നമ്മൾ നല്ല നല്ല ജിമിക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ തട്ടായിട്ടുള്ളതും ഇങ്ങനെ ഈ മയിൽ പോലെ വന്നിട്ട് അതിൻ്റെ അടിയിൽ തൂങ്ങി കിടക്കണ ജിമിക്കിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം അത് കൂട്ടൊക്കെ അതൊക്കെ 600 രൂപയൊക്കെ കേട്ടോ വില, അത്രയൊക്കെ ആവും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇടയ്ക്കിടയ്ക്ക് മേടിച്ചിടുക. ഞാനും ഓർത്തു യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടുമ്പോൾ എന്നിട്ട് കുറച്ചൊക്കെ മേടിക്കണം. ശരിയല്ലേ? ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു വേഷം കെട്ട് ഒത്തിരി ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഞാൻ മേടിക്കാറില്ല. ഞാൻ കണ്ടില്ല, ഞാൻ എന്നും നിങ്ങൾ ഈ കമ്മൽ തന്നെയല്ലേ കാണുന്നത്. ഞാനിങ്ങനെയൊന്നും ഞാനൊരു ജിമിക്കൊക്കെ എനിക്ക് പണ്ട് എങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പിന്നെ എൻ്റെ ഇളയ നാത്തൂന് എനിക്ക് ജിമിക്കൊക്കെ തരും കേട്ടോ. ബിന്ദു എന്നാണ് എൻ്റെ ഇളയ നാത്തൂൻ്റെ പേര്, ആങ്ങളയുടെ ഭാര്യ കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടിക്കൊണ്ട് തരും. അതേപോലെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇടണമെങ്കിലും ഒക്കെ നിങ്ങൾ സൗണ്ട് കേൾക്കാറില്ലേ, കൃഷ്ണനെ കുറിച്ചൊക്കെ പറയുന്നത്, ഭഗവത്ഗീതയൊക്കെ പറയുന്ന ബിന്ദുവാണേ. ബിന്ദുസ് ഒത്തിരി പ്രോത്സാഹനം എന്നെ യൂട്യൂബിൽ നിലനിർത്തുന്നത് ബിന്ദുവിൻ്റെ സപ്പോർട്ടാട്ടോ. എപ്പോഴും ഞാൻ തുടക്കം തൊട്ട് എന്നെ ഇപ്പോഴും ഒരു ദിവസം വീഡിയോ ഇട്ടില്ലേ പോലും ഞാൻ ബിന്ദുവൊക്കെ എന്നാട്ടോ വിളിക്കണം. ബിന്ദുവൊക്കെ ഭയങ്കര സങ്കടമാണ്. എന്നെ അമ്പിളിയിടാത്ത ഇട്ട് എന്ന് പറഞ്ഞിട്ട് ഉടനെ വരും. അങ്ങനെ ഞാൻ തൊമ്മൻകുത്ത് വീടും ഒക്കെ കാണിച്ചിട്ടുണ്ട്. 4 കെട്ടാന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോ മുമ്പ്. അതിനകത്തുണ്ട് എൻ്റെ ബിന്ദുവൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യകാലത്തൊക്കെ എന്നെ അറിയത്തില്ലാത്തവരൊക്കെ ആയിരുന്നു. ആദ്യകാലത്ത് എന്നോട് അങ്ങനെ വലിയ കൂട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പം എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ അക്ക. അപ്പം ഞാൻ എന്നെ ചേർത്ത് നിർത്തേക്കുന്നത് എൻ്റെ അക്കേനിപ്പം. പുള്ളിക്കാരിക്ക് ഒത്തിരി അസുഖങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്രസിനകത്ത് മുഴ വന്നു, ബ്രസ്റ്റിനകത്ത് മുഴ വന്നു, അങ്ങനെ കുറേ യൂട്രസ് എടുത്തു കളഞ്ഞു. അങ്ങനെയൊക്കെ കുറേ അസുഖങ്ങളും ഒക്കെ വന്ന് എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭേദമായി മിടുക്കിയായിട്ടിരിക്കുന്നു, സന്തോഷവതിയായിട്ടിരിക്കുന്നു. അപ്പോൾ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതാണ് ബിന്ദുവക്ക. അപ്പം ഞാൻ ഇതിനെ ഇത്രയും പറയുമ്പോൾ ബിന്ദുവക്കേനെ പറഞ്ഞില്ലെങ്കിൽ ശരിയല്ലല്ലോ അല്ലേ? അപ്പോൾ എൻ്റെ വീട്ടുകാരെക്കായാലും അല്ല എൻ്റെ ഹസ്ബൻഡോ മക്കളെക്കായാലും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ബിന്ദുവക്ക തന്നെ. അതെവിടെ എനിക്ക് പറയാം. അപ്പം ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ഈ ഓടക്കുഴൽ കണ്ടപ്പം അതൊന്ന് പറയാമെന്ന് ഓർത്തു.